ഒരൊറ്റ വാചകമെടുത്താൽ, ഒറ്റ ഖുർആൻ സൂക്തമെടുത്താൽ, ഒറ്റ നബി വചനമെടുത്താൽ ആ വചനത്തിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും, വിശദീകരിച്ചെടുക്കാൻ സാധിക്കും, നിർദ്ധരിച്ചെടുക്കാൻ സാധിക്കും. എന്ന് വച്ചാൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർദും സുന്നത്തും അബയാദും ഹയ്യാത്തൊക്കെ കിട്ടണമെങ്കിൽ ഹദീസുകൾ വ്യാഖ്യാനിക്കണം, വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനത്തിന് വിധേയമാക്കാതെ ഇസ്ലാമിൻ്റെ സമഗ്രമായ രൂപം ഖുർആനും സുന്നത്തിൽ നിന്നും ഇന്ന് നോക്കിയെടുക്കുന്ന ഒരാൾക്ക് നോക്കി നേർക്ക് നേരെ എടുക്കാൻ സാധ്യമല്ല. ഇതൊരു വസ്തുതാപരമായ പരമാർത്ഥമാണ്. ഖുർആനും സുന്നത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അറിയാൻ കഴിയുന്ന സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായും വസ്തുതാപരമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ ഒരു സത്യം അംഗീകരിക്കും, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ദീനിൻ്റെ പ്രമാണങ്ങൾ തന്നെ. പക്ഷേ ആ പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കാതെ നമുക്ക് കാര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിയില്ല. വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണ് ഖുർആനും സുന്നത്തും. ഈ കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആരാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന ചോദ്യം ഉയരും. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആര് വ്യാഖ്യാനിക്കണം? നമ്മുടെ പണ്ഡിതന്മാർക്ക് വിശദീകരിക്കാൻ അവകാശമുണ്ടോ? മുജാഹിദ് പണ്ഡിതന്മാർക്ക് വിശദീകരിക്കാൻ അവകാശമുണ്ടോ? ജമാഅത്തുകാർക്ക് വിശദീകരിക്കാൻ അവകാശമുണ്ടോ? തബ്ലീഗുകാർക്ക് വിശദീകരിക്കാൻ അവകാശമുണ്ടോ? ചേകനൂർ മൗലവിക്ക് വിശദീകരിക്കാൻ അവകാശമുണ്ടോ? ഖാദിയാനി വിഭാഗത്തിന് വിശദീകരിക്കാൻ അവകാശമുണ്ടോ? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിക്കേണ്ടത് ആരാണെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഏത് വിഭാഗത്തിനാണ് അല്ലെങ്കിൽ ആർക്കാണ് ഇതിന് അവകാശമെന്ന്. കാരണം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതാ, നബി വചനങ്ങൾ റസൂലുള്ളാഹിൻ്റെതാ. ഇത് രണ്ടും വിശദീകരിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഒരൊറ്റ വിഭാഗമാണ്. അത് സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും തബ്ലീഗിനും വിശദീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ ഉള്ളതല്ല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. മറിച്ച് അത് വിശദീകരിക്കേണ്ട വിഭാഗം ലോകത്തൊരൊറ്റ വിഭാഗമാണെന്ന് അസന്നിഗ്ധമായി ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരാണ് ആ വിഭാഗം? വിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി പ്രവാചകൻ നമുക്ക് കൈമാറിയതല്ല. വിശുദ്ധ നബി വചനങ്ങളോ അതും ഒരു പുസ്തകമായി പ്രകാശനം ചെയ്യപ്പെട്ടതല്ല. മറിച്ച് അന്നൊരു നാളിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ, മക്കയിൽ നോക്കിയാൽ കാണുന്ന ഹിറാ പർവ്വതത്തിൻ്റെ ഗുഹയുണ്ടല്ലോ, ആ ഗുഹയിൽ പ്രവാചകർ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് ധ്യാനനിരതനായി കഴിഞ്ഞുകൂടുന്ന ഘട്ടത്തിൽ മഹാനായ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ഓതി കേൾപ്പിച്ച് ജിബ്രീൽ യാത്ര പോയി. അന്ന് തുടക്കം കുറിച്ച വിശുദ്ധ ഖുർആൻ്റെ അവതരണം പിന്നീട് സ്ഥലകാല സംഭവ വികാസങ്ങൾക്കനുസൃതമായി അവിടെയും ഇവിടെയും വെച്ച് ഒരായത്ത്, 2 ആയത്ത്, 5 ആയത്ത്, 10 ആയത്ത് എന്നിങ്ങനെ 23 വർഷം കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, ഓരോ സൂക്തങ്ങൾക്കും പശ്ചാത്തലങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അതിനനുസൃതമായി തത്സമയം മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സൂക്തവുമായി ഇറങ്ങി വരും, പ്രവാചകർ കൈമാറും. അത് പ്രവാചകർ തൻ്റെ കൂട്ടുകാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും, അവരുടെ രേഖപ്പെടുത്തി വെക്കും. ഇങ്ങനെ നീണ്ട 2.5 പതിറ്റാണ്ട് കാലം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരണം പൂർണ്ണമായത്. നബി വചനങ്ങളോ അതേ വിധത്തിൽ ഈ വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സ്ഥലകാല സന്ദർഭങ്ങൾക്ക് അനുസൃതമായി മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും നിർദ്ദേശം കൊടുക്കുകയും ഉപദേശിക്കുകയും ചെയ്ത തൻ്റെ ജീവിതത്തിലെ സമഗ്രമായ ജീവിത രൂപമാണ്, ജീവിത മാതൃകയാണ് സത്യത്തിൽ നബി വചനങ്ങൾ. ഇതും സന്ദർഭങ്ങൾക്കനുസൃത 23 കൊല്ലക്കാലത്തെ പ്രവാചക ജീവിതത്തിൻ്റെ ഒരു ചിത്രമാണ് സത്യത്തിൽ സുന്നത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടിൻ്റെയും വിശദാംശങ്ങൾ ശരിക്ക് അറിയാൻ സാധ്യത തന്നെ ലോകത്തൊരു കക്ഷിക്കേ ഉള്ളൂ. അതാരാണ്? അന്നത്തെ സംഭവവികാസങ്ങൾ മുഴുവൻ ഒരു വീഡിയോ കാസറ്റിൽ നമ്മൾ ഒപ്പിയെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി കൃത്യത നമുക്ക് കിട്ടുമായിരുന്നു. സാഹചര്യങ്ങളും പശ്ചാത്തലവും മനസ്സിലാക്കാൻ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുമായിരുന്നു. അല്ലാൻ്റെ പ്രവാചകർ ആ വചനം ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, എന്തർത്ഥത്തിൽ പറഞ്ഞു, എന്ത് ഉദ്ദേശത്തിൽ പറഞ്ഞു? പക്ഷെ അങ്ങനെ ഒപ്പിയെടുക്കാൻ സാഹചര്യങ്ങളും സംവിധാനങ്ങളും വന്നില്ലല്ലോ, സൗകര്യങ്ങളില്ലല്ലോ. മറിച്ച് നമ്മുടെ കൈവശം എന്നുള്ളത് ആ ഖുർആൻ സൂക്തങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥമുണ്ട്. ആ നബിവചനങ്ങൾ ഏറെക്കുറെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ഈ വചനം എന്തിനു പറഞ്ഞു, ഏത് പശ്ചാത്തലത്തിൽ പറഞ്ഞു, എന്തർത്ഥത്തിൽ പറഞ്ഞു, ഈ ഖുർആനും സുന്നത്തും നോക്കി കിട്ടാൻ യാതൊരു സംവിധാനവും നമ്മുടെ മുമ്പിലില്ല. ഒരു സംവിധാനവും നമ്മുടെ മുമ്പിലില്ല.
ഒരു മോൻ ഉപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഉപ്പ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്, ഞാൻ ടെലിവിഷനിൽ പോയി കണ്ടോട്ടെ. അതൊന്നും പറ്റില്ല, ഈ സമയത്ത് ഫുട്ബോളൊന്നും പറ്റില്ല, പോയി ഖുർആൻ ഓതുക അല്ലെങ്കിൽ സ്കൂളിലെ പാഠപുസ്തകം എടുത്ത് വായിച്ചു പറഞ്ഞു. അല്ലപ്പോൾ അന്ന് സന്തോഷത്തോടെ ഫൈനലാ കേരളം കളിക്കുന്നത് കാണട്ടപ്പ, എന്നോട് ഖുർആൻ ഓതാനല്ല പറഞ്ഞത്, പോയി ഈ സമയത്ത് TV കാണാൻ പറ്റില്ല പറഞ്ഞിട്ടില്ലേ. അല്ലപ്പോൾ കുട്ടികളൊക്കെ കാണും, നാളെ വരുമ്പോൾ ഞാൻ മാത്രം കാണാത്താളോ, ഞാനൊരു മോശക്കാരനാവും, ഞാൻ പോവുകയാണ്, എന്നു പോയി ഒന്ന് കണ്ട എന്ന് വാപ്പ പറഞ്ഞാൽ അത് പിന്നീട് ഹദീസായി ക്രോഡീകരിക്കപ്പെട്ടാൽ വാപ്പ മകനോട് നീ പന്ത് കളി പോയി കണ്ടോ എന്ന് പറഞ്ഞു എന്നായിരിക്കും ഹദീസിൽ വന്നിരിക്കുക. മറിച്ച് ഇത് അല്ലാഹ് ഈ പറയുന്ന പിതാവ് കാണിച്ചു തരാ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞു എന്നതിന് അതിൻ്റെ സംഭവ പശ്ചാത്തലമായ ഹദീസിൽ വിശദീകരിക്കപ്പെടുന്നില്ല. ഇതൊരു വലിയ വിഷയമാണ്. 23 വർഷക്കാലത്തെ ഖുർആൻ സൂക്തങ്ങളും നബി വചനങ്ങളും അതിൻ്റെ പശ്ചാത്തലം വളരെ വളരെ പ്രധാനമാണ്. എന്തർത്ഥത്തിൽ പറഞ്ഞു, എന്തർത്ഥത്തിൽ അവതരിച്ചു? സത്യത്തിൽ ഇതറിയുന്ന ഒരു കക്ഷി ലോകത്തൊന്ന് മാത്രമാണ്. ആരാണതറിയുന്നവർ? അള്ളാഹുവിൻ്റെ പ്രവാചകരോടൊപ്പം ജീവിച്ചവർ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിഴൽ പോലെ പിന്തുടർന്നവർ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ സുസൂക്ഷ്മം നിരീക്ഷിച്ചവർ, അള്ളാഹുവിൻ്റെ പ്രവാചകരോടൊപ്പം ജോലി പോലും മാറ്റിവെച്ചുകൊണ്ട് ഊഴം നിശ്ചയിച്ച് പരസ്പരം മാറി മാറി ജോലിക്ക് പോയി പ്രവാചകരുടെ അധ്യാപനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയവർ. ആരാണവർ? അവരാണ് പ്രവാചകരുടെ ലക്ഷത്തിൽ പരം വരുന്ന അനുചരന്മാർ, സ്വഹാബാക്കിറാം റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ. അള്ളാഹുവിൻ്റെ സംതൃപ്തിയെ മഹാന്മാരിൽ എന്നുമെന്നും വർഷിക്കുമാറാകട്ടെ. അവർക്ക് മാത്രമാണ് അറിയുക ഈ ഖുർആൻ സൂക്തം എന്ത് ആവശ്യത്തിന് അവതരിച്ചു, അള്ളാഹിൻ്റെ റസൂൽ ഈ വചനം എന്തിനാണ് പറഞ്ഞത്, എന്ത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്, അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനം മാത്രമാണ് സ്വീകരിക്കേണ്ടത്, മാത്രമാണ് തെറ്റുപറ്റാതിരിക്കാനുള്ള ലൈൻ വഴി എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സുന്നത്ത് ജമാഅത്ത് അത് അംഗീകരിക്കുന്നു. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നു. സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനമേ അംഗീകരിക്കാവൂ. സുന്നത്ത് ജമാഅത്ത് 100% ശരിവെക്കുന്നു, ആ ആശയത്തിന് അടിവരയിടുന്നു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കാൻ ഒരേ ഒരു മാർഗം സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനം, സ്വഹാബത്തിൻ്റെ വിശദീകരണം, സ്വഹാബത്തിൻ്റെ മാതൃക അതപ്പടി പിന്തുടരുക. മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. അതങ്ങനെ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്, വിശുദ്ധ നബി വചനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിയും നമ്മോട് ഇക്കാര്യം വിളിച്ചോതുന്നുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി മാത്രമാണ് അംഗീകരിക്കേണ്ടത് എന്ന് വസ്തുനിഷ്ഠമായി പറയുന്ന ഖുർആൻ സൂക്തങ്ങളും നബി വചനങ്ങളും കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ നബി വചനം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തുടക്കത്തിൽ എൻ്റെ സുഹൃത്ത് KC ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആ സൂക്തത്തിൻ്റെ ഒരു ഭാഗം. അബൂദാവൂദ്, ഇബ്നു മാജ, തിർമുദി, നസായി എന്നിവരൊക്കെ ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഈ ഹദീസിൽ എന്തെങ്കിലും ദൗർബല്യങ്ങളുണ്ടെന്ന് ഇന്ന് വരെ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഹദീസിൻ്റെ നിവേദക പരമ്പര കുറ്റമറ്റതാ. ചില സുഹൃത്തുക്കൾക്കുണ്ടൊരു പരിപാടി, അവർക്ക് അനുകൂലമല്ലാത്ത ഹദീസാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം എഴുന്നള്ളിച്ച് ആ ഹദീസ് ദുഈഫ, ദുർബല എന്ന് പറയാം. അങ്ങനെ പോലും ഈ ഹദീസിൻ്റെ പറഞ്ഞിട്ടില്ല. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി വരൻ പറയുന്നു, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദത്തൻ ബലീഗ. ഒരിക്കൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വഹാബത്തിനെ മുഴുവൻ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടി ഒരു ആശയസമ്പുഷ്ടമായ ഉജ്ജ്വല പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൻ്റെ പ്രത്യേകത ഇസ്ലാമിനെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രസംഗമാണത്. ഭാവിയിൽ മുസ്ലിം സമൂഹത്തിന് വരാനിരിക്കുന്ന വിപത്തുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രസംഗമാണത്. സ്വർഗത്തെക്കുറിച്ച് പറയുന്ന പ്രസംഗം, നരകത്തെക്കുറിച്ച് പറയുന്ന പ്രസംഗം, വിശദമായി കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പ്രസംഗം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഇരുന്ന് കേട്ടു എന്ന് മാത്രമല്ല, ഈ പ്രസംഗത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടപ്പോൾ, ഈ പ്രസംഗത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, വജിലത്ത് മിൻഹൽ ഖുലൂബ്, ഞങ്ങൾ സ്വഹാബത്തിൻ്റെ ഹൃദയങ്ങൾ കിടുകിടുത്തു പോയി, ഞങ്ങളൊക്കെ വികാരഭരിതരായി. മാത്രമല്ല വദറഫത്ത് മിൻഹൽ, ഞങ്ങൾ സ്വഹാബത്തിൻ്റെ കണ്ണുകൾ സജലങ്ങളായി, കണ്ണുകളിൽ നിന്ന് കൺവൾത്തടത്തിലൂടെ ധാരധാരയായി കണ്ണീർ തുള്ളികൾ ചാലിട്ടൊഴുകാൻ തുടങ്ങി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഇത്ര വിശദമായി പ്രസംഗിക്കാൻ, ഇത്ര സമഗ്രമായി കാര്യങ്ങൾ പ്രതിപാദിക്കാൻ എന്ത് പറ്റിപ്പോയി പ്രവാചകർ? സാധാരണ ഇങ്ങനെ സുദീർഘമായി പ്രസംഗം നടത്താറില്ലല്ലോ. മാത്രമല്ല റസൂലുള്ളാഹിൻ്റെ മുഖം ചുവന്ന് വിവരണമായിട്ടുണ്ട്, വളരെ ഗൗരവത്തിലാണല്ലോ പ്രസംഗം. ആളുകൾ നാനാഭാഗത്തേക്കും ചിന്തിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ ബുദ്ധിയുള്ള ആളുകളുണ്ട്. ബുദ്ധിമാന്മാർ ചിന്തിച്ചു, ഇതാ മഹാനായ